പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ കുഞ്ഞും ചിലക്കയുണ്ട് എൻ്റെ അടുത്ത്. സ്വാഗതം പറയാം. ഇപ്പം മണി 4:30 ആവാൻ പോണ്, വൈകുന്നേരം ആവാൻ പോണ്. ഇന്നലെ തൂക്കത്തിന് പോയിട്ട് വന്ന് നല്ല അതിൻ്റെ ക്ഷീണമായിരുന്നു. അങ്ങനെ ഇത്ര നേരം കിടന്നില്ല. കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഇട്ട തുണികളൊക്കെ കഴുകി. പിന്നെന്തോന്ന് പിന്നെ ചോറ് വെച്ച് കറി വെച്ച് എടുത്ത് വന്നപ്പം പിന്നെ കുറേ നേരം ഉറങ്ങി. അങ്ങനെ എത്രയായി സമയമായി. ഇനി അങ്ങനെ മല്ലി വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കണം. അങ്ങനെ മല്ലി വറുത്തിട്ട് കുറേ ദിവസമായി. അങ്ങനെ ഇനി മല്ലി വറക്കണം, കരിവേപ്പിലയൊക്കെ ഇട്ട്. അതിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നു. നേരത്തെ ഒരു വലിയ സ്റ്റാൻഡ് ഇതോ ഇരിക്കണ. ഇത് പൈപ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇപ്പം ഞാൻ ലൈവ് എടുക്കുമ്പോൾ ഇതിൽ വെച്ചിട്ടാണ്. അപ്പം കൈ അഴിക്കില്ല. അപ്പം കുറേ ദിവസം പിന്നെ കൈ നല്ല വേദനയായിരുന്നു ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട്. അങ്ങനെ ഇപ്പം ഇതിൽ വെച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ടൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഇതിലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊള്ളാൻ കേട്ടെ സ്റ്റാൻഡ്. പിന്നെ മല്ലി വറക്കാൻ വേണം. കരിവേപ്പില അതാ കൊണ്ട് വെച്ചിട്ടുണ്ട്. കരിവേപ്പില എൻ്റെ അമ്മ അങ്ങനെ ഒരു അടുത്തുള്ള വീട്ടിൽ നിന്ന് വാങ്ങി കൊടുത്തു വെച്ചത്. എടി കുഞ്ഞു, നീ എന്ത് ചെയ്യണം അവിടെ? കുഞ്ഞു എന്താ ഇണങ്ങി വാ. പക്ഷെ ആ വലിയ സ്റ്റാൻഡിനെക്കാട്ടി എനിക്ക് ഈ സ്റ്റാൻഡാണ് നല്ല ഇഷ്ടപ്പെട്ടത്. അത് കൊള്ളാം ഇതിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ. നീ കരിവേപ്പില എല്ലാം എടുത്ത് പിന്നെ ശരിയാക്കട്ടെ. കരിവേപ്പില ഞാൻ കഴുകിയെല്ലാം രാവിലെ തന്നെ കഴുകി നല്ല അതിലുള്ള പുഴുക്കളൊക്കെ ഇരിക്കണമെന്ന് നോക്കിയിട്ട് ഇത് കഴുകി വെള്ളം തോരാൻ വേണ്ടി വെച്ച് കേട്ടാ. എന്നിട്ട് രാവിലെ കഴുകി വെച്ചപ്പോൾ വെള്ളമൊക്കെ തോരും. ഇല്ലെങ്കിൽ വെള്ളമായിരിക്കും വറക്കുമ്പോൾ ആ ഇത് ചട്ടിയിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ പൊട്ടിയിട്ടിരിക്കും വെള്ളത്തിൻ്റെ ഇതുകൊണ്ട്. എന്നിട്ടാണ് ഞാൻ പിന്നെ ഇത് കഴുകി വൃത്തിയാക്കി അങ്ങ് വെച്ചിട്ടാണ് പിന്നെ ചോറൊക്കെ വെച്ച് രാവിലെ എണീറ്റ് പിന്നെ കോവിലിൽ പോയിട്ട് വന്ന് പിന്നെ ഇന്നലെ തൂക്കത്തിനിട്ട തുണിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴുകി പിന്നെ ചോറ് വെച്ച് പിന്നെ കഴിച്ച് പിന്നെ പാപ്പൂനും സിത്തൂനും കുഞ്ഞുവിനൊക്കെ ചോറ് കൊടുത്തിട്ട് പിന്നെ ഞാനും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. കുറച്ച് നേരം ഉറങ്ങി. പിന്നെ അങ്ങനെ 2-3 കോളൊക്കെ വന്ന് പിന്നെ സംസാരിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചേട്ടൻ വിളിച്ച് നിന്നിട്ട് പിന്നെ അങ്ങനെ കിടന്ന് പിന്നെ ഉറക്കമൊക്കെ പോയി കേട്ടോ. കുറച്ച് നേരം ഉറങ്ങി. ഇന്നലെ അവിടെ നടന്ന് ആ ക്ഷീണമായിരുന്നു. പിന്നെ ഇപ്പം കട്ടൻ കുടിച്ച് വൈകുന്നേരം ആകുമ്പോൾ തേയില കുടിച്ചില്ലെങ്കിൽ എന്താ പോലെ വരും. അങ്ങനെ തേയിലയും കുടിച്ചിട്ട് പിന്നെ വിചാരിച്ച് മല്ലി തീർന്നില്ല. കുറേ ദിവസമായി മല്ലി പൊടിച്ചിട്ട്. അങ്ങനെ പിന്നെ മല്ലിയൊക്കെ വറുക്കാന്ന് വിചാരിച്ച്. നമ്മൾ അല്ലാതെ മല്ലി മാത്രമായിട്ട് പൊടിച്ച് വയ്ക്കില്ല. അത് അത് ഇങ്ങനെ വറുത്ത് ഇത് കരിവേപ്പിലയിട്ട് പൊടിക്കുമ്പോൾ കുറേ മാസം ഇരിക്കും കേട്ടോ. ആണെങ്കിൽ 8 മാസത്തിൽ കൂടുതലിരിക്കും. ഞാൻ അങ്ങനെ ഓരോ ദിവസം വെച്ചിട്ടില്ല. 1 കിലോ മല്ലി വാങ്ങിച്ച് അത് തീർന്നവരെ അങ്ങനെ എന്നാലും നിറയെ മാസം ഇരിക്കും. ഞാൻ എത്ര മാസം ഒന്നും അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ 1 വർഷം വരെ ഒന്നും അങ്ങനെ വെച്ചിട്ടില്ല ഇതുവരെ. 1 കിലോ മല്ലി വാങ്ങിച്ച് പൊടിച്ച് വറുത്ത് വെച്ച ഇതൊന്ന് തെറ്റുന്നത്. കരിവേപ്പില ഇട്ട് പൊടിച്ച് വെക്കുമ്പം നല്ല മണവും ആ കറിക്ക് തന്നെ തലവേദന എടുക്കുന്നു. നല്ല വെയിലുണ്ട്. ആ കറിക്ക് തന്നെ നല്ലൊരു മണമായിരിക്കും. പിന്നെ കരിവേപ്പില ഇപ്പം വെയിൽ നല്ല ചൂടായതുകൊണ്ട് ഒരിടത്തും കരിവേപ്പില ഇല്ല. എവിടെയെന്നാ എൻ്റെ അമ്മ വാങ്ങി കൊടുത്തേച്ചത് മല്ലി വറുക്കാൻ. എനിക്ക് കരിവേപ്പില ഇല്ലാതെ അമ്മ എന്നെ പറയുകയും ചെയ്തു കരിവേപ്പില ഇല്ലാതെ എന്ത് മല്ലി വറുക്കൂലേന്ന്. ഇത് കരിവേപ്പിലയും കൂടെ ഇട്ട് വറുത്ത് 1 തുള്ളി എണ്ണ വീത്തും. ഒരു തുള്ളി തന്നെ എണ്ണ വീത്തി ഇത്. എന്നിട്ട് ആദ്യം ഈ കരിവേപ്പിലൊക്കെ ഇട്ട് അങ്ങ് വറുത്തിട്ട് പിന്നെ മല്ലിയും കൂടെ ഇട്ട് പിന്നെ നമ്മൾ പൊടിച്ച് ഞാൻ നേരത്തെ മല്ലി വറുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം പിന്നെ വെറുതെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നാളെ ഇടാൻ ഇനി എന്തെങ്കിലും വേണമല്ലോ. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്തോ പറയാൻ ഇത്ര തന്നെ. ഞാൻ ഇതെല്ലാം എടുത്തിട്ട് കാണാം. അങ്ങനെ കരിവേപ്പില എല്ലാം ഉരുവി എടുത്തേട്ടാ. എല്ലാം നല്ല പുഴുവൊക്കെ ഉണ്ടോയെന്ന് കുറേ നേരം ഇരുന്ന് നോക്കിയിട്ടാണ് കഴുകി എടുത്തത്. എന്നാലിപ്പോഴും നോക്കി എനിക്ക് തൃപ്തി തരാത്തതുകൊണ്ട് ഇനി ഇതെല്ലാം വറുത്തെടുക്കണം. ഞാൻ അല്ലെങ്കിൽ കൊണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എടുക്കുമായിരുന്നു. ഇല്ല കരിവേപ്പില നിറയെ ഇടുമ്പോൾ അത്രയ്ക്ക് നല്ലൊരു മണമാണ്. അത് മല്ലി പൊടിച്ചെടുക്കുമ്പോൾ നല്ല മണമായിരിക്കും.
ഇനി വറക്കട്ടെ. പാത്രം ചൂടായി ഒരു തുള്ളി എണ്ണ തന്നെ ഒഴിക്കും കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഉണ്ടോ അത്ര ഒരു തുള്ളി എന്ന് വെച്ചാൽ ഇത്ര എണ്ണ ഒഴിക്കുള്ളൂ, കൂടുതൽ ഒഴിക്കില്ല. ഒരുപാട് എണ്ണ ആവശ്യമില്ല. അത് പാത്രം ഇങ്ങനെ അടിക്കരിയാതിരിക്കാനാണ് ഇത്ര എണ്ണ ഒഴിച്ചത്. ഇനി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കരിവേപ്പില നന്നായിട്ട് വന്നതിന് ശേഷം ഇത് കുറച്ച് നേരം ഇങ്ങനെ കിണ്ടി കൊടുക്കും. എന്നിട്ട് കരിവേപ്പില കുറച്ചൊന്ന് വരണ്ട് വന്നതിന് ശേഷം മല്ലി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ മല്ലി വരുന്നവരും ആ മല്ലിയിലെ ചൂട് കൊണ്ട് കരിവേപ്പില നന്നായിട്ട് നല്ല മൊരായി വരുമ്പോൾ കറുത്ത കളറാവില്ല, കരിവേപ്പില നല്ല മൊരാകുമ്പോൾ നമുക്ക് ഒരു കരിവേപ്പില എടുത്ത് ഇങ്ങനെ പൊടിക്കും പൊടി. അപ്പോൾ ഇറക്കാം വാങ്ങും. നല്ല പച്ച കളറല്ലേ, കാണാൻ നല്ല. കുറേ നേരം ഇങ്ങനെ ഒന്ന് വറുക്കണേ കേട്ടാ. കുറേ നേരം വറുത്തതിന് ശേഷം പിന്നെ കുറേ സമയം ഇങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ അത് എല്ലാം കുറച്ച് മൊരിഞ്ഞില്ല, അത് അങ്ങനെ കിടക്കുന്നില്ല, വാടി വന്നതേ ഉള്ളൂ. ഇനി മല്ലി കൂടെ തട്ടണം. മല്ലി കൂടെ തട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ ഇത് വന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ. പണ്ടൊക്കെ നമുക്ക് മിക്സി വാങ്ങണതിന് മുമ്പേ തെറ്റിപ്പോണം സംസാരിക്കുമ്പോൾ. മിക്സി വാങ്ങണതിന് മുമ്പേ കരിവേപ്പിലയും ഉണക്കമുളക്, പണ്ട് ഇത് മുളകൊന്നും പൊടിച്ച് വയ്ക്കൂല, മുഴുവൻ മുളക് തന്നെ, ഉണക്കമുളകും ഈ മല്ലിയും മുളകും കരിവേപ്പിലയും കൂടെ വറുത്ത് ഒരു ടിന്നിൽ അടച്ചിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മീനൊക്കെ കറി വയ്ക്കുമ്പോൾ ആവശ്യത്തിനെടുത്ത് അമ്മയിൽ അരച്ചെടുക്കാം. ഒരു 3-4 ദിവസത്തേക്കിന് ഒരുമിച്ച് എൻ്റെ അമ്മയൊക്കെ വറുത്ത് ഉണക്കമുളകും മല്ലിയും കരിവേപ്പിലയും കൂടെ വെച്ച് വറുത്തിപ്പിക്കുക. ആ ഒരു ഇതാണ് ഇപ്പം എനിക്ക്. ഞാൻ കുറേ കാലം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇത് വെക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പിന്നെ ഇങ്ങനെ കരിവേപ്പില കൂടെ ഇട്ട് തന്നെ. അവരൊക്കെ പണ്ട് ഇങ്ങനെ പൊടിച്ച് വെക്കൂല, വറുത്തായിരിക്കും. മല്ലിയുടെ കൂടെ ഇട്ട് കരിവേപ്പില വറുത്ത് ഒരു ചീറ്റിൽ അടച്ചിക്കും. ഇപ്പം കരിവേപ്പില ഇത്ര ഇതായല്ല. ഇനി ഇതിൽ മല്ലി ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ മല്ലി നേരം ഇന്ന് ക്ലീനൊക്കെ ചെയ്ത് വെച്ചതാണ്. മല്ലിയും കൂടെ മല്ലി നല്ല ചൂട് കേട്ടോ. ഇവിടെ ഷീറ്റല്ലേ, അതിൻ്റെ ചൂട് കണ്ട. മല്ലിയും കരിവേപ്പിലയും കൂടെ കാണാൻ നല്ല രസമല്ലേ. ഈ മല്ലി നല്ല ചൂടായി വരുമ്പോൾ അതിൽ തന്നെ ഈ മല്ലിയുടെ ചൂടടിച്ച് കരിവേപ്പില നല്ല ഇതായിട്ട് നല്ല ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ നല്ല പൊടിഞ്ഞങ്ങ് പോകും. നേരത്തെ ഞാൻ മല്ലി വറുക്കുന്ന വീഡിയോ ഫസ്റ്റിൽ നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഒന്നുകൂടി വെറുതെ എടുക്കാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇങ്ങനെ വറുത്ത് പൊടിച്ച് തരാം. ഇവിടെ ദൂരെ ഇരിക്കുന്ന ആർക്കെങ്കിലേ മല്ലി ഇങ്ങനെ അവർക്ക് മല്ലി കരിവേപ്പില ഇങ്ങനെ മല്ലി പൊടിക്കാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി പൊടിച്ച് അയച്ചു തരണതായിരിക്കും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ദൂരെയൊക്കെ ഇരിക്കുന്നവർക്ക്. ഇവിടെ നമുക്ക് അടുത്തുള്ളവർക്ക് ചെയ്യാന്നുള്ളതല്ലേ, നാട്ടിലുള്ളവർക്ക്. ആർക്കെങ്കിലും വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ മതി. കരിവേപ്പിലയും മല്ലിയും കൂടെ വറുത്ത് പൊടിച്ച് അയച്ചു തരണതായിരിക്കും. നമ്മളെ ചാനലിൽ നമ്പറുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പൊടിച്ച് തരും. അങ്ങനെയൊന്നും ചെയ്യില്ല, പൊടിച്ചൊക്കെ തരും. ഇതിങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കല്ലേ ഇത് വെച്ച് കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ആ കറിക്ക് തന്നെ നല്ല മണമായിരിക്കും കേട്ടോ. നമ്മൾ ആ ടിന്ന് തുറക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും, നല്ല കരിവേപ്പിലയുടെ. ഇങ്ങനെ അത് പറഞ്ഞ ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ദൂരെ ഇരിക്കുന്ന ആർക്കെങ്കിലും. കരിവേപ്പിലയും മല്ലിയും കൂടെ വറുത്ത് പൊടിച്ച്
നമ്മൾ നാട്ടിലുള്ളവർക്കല്ലേ കരിവേപ്പിലൊക്കെ കിട്ടുള്ളൂ. ദൂരെ ഇരിക്കുന്നവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മുടെ ചാനലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഞാൻ വറുത്ത് പൊടിച്ച് അയച്ചു തരാം. ഇപ്പം കരിവേപ്പില കുറവായതുകൊണ്ടാണ് ഇത്ര എടുത്തത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് മല്ലിയെല്ലാം വറുത്ത് നല്ല എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. കണ്ട, ഇത് വറക്കണതിന് ഒരു പരുവുണ്ട്. ഇങ്ങനെ ഈ കരിവേപ്പില ഇങ്ങനെ ഇങ്ങനെ പൊടിക്കുമ്പോൾ വേണ്ട സൗണ്ട് കേൾക്കണേണ്ട എന്താ എന്താ ഇങ്ങനെ കരിയരുത്. പക്ഷെ പച്ച കളറിലിരിക്കുകയും വേണം, കരിയുകയും ചെയ്യരുത്. കരിഞ്ഞാൽ അത് ഇതാവും, പിന്നെ കൊള്ളൂല. കരിഞ്ഞാൽ അത് കൊള്ളൂല. അതുകൊണ്ട് ഇല പച്ച കളർ, കരിവേപ്പില പച്ച കളറിലിരിക്കുകയും വേണം. നമ്മളിങ്ങനെ വറുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കും, ഞെക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കണേണ്ട, ഈ രീതിയിൽ എടുക്കാൻ വേണം. പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വറുത്ത് പൊടിച്ച് തരാം. എനിക്ക് അതിലൊന്നും ഒരു ഇതില്ല, സന്തോഷമേ ഉള്ളൂ. കണ്ടേ? പക്ഷേ കരിവേപ്പില എല്ലാം ഇങ്ങനെ പച്ച കളറിൽ തന്നെ ഇരിക്കണം, കരിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളൂല, പിന്നെ അത് ഇതാവില്ല. ഇനി തണുത്തതിന് ശേഷം പിന്നെ ഇന്ന് പൊടിക്കാൻ പോകില്ല. ഇനി ചേട്ടൻ നിൽക്കുമ്പോൾ ഞായറാഴ്ച കൊണ്ട് മുളകും കൂടെ വാങ്ങിച്ചിട്ട് പൊടിക്കുള്ളൂ. വറുത്ത് ഇനി ഇത് ചൂട് മാറിയതിന് ശേഷം കവറിലാക്കി അങ്ങ് കെട്ടി വയ്ക്കും തണുക്കാതെ. എന്നിട്ട് ഇനി പിന്നീട് പൊടിക്കാൻ കൊണ്ടുപോകും. അങ്ങനെ ഞാൻ മല്ലിയൊക്കെ വറുത്ത് എല്ലാം സെറ്റാക്കി വെച്ചു. പക്ഷെ ആ മല്ലി വറുക്കുമ്പോൾ ആദ്യം ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് കരിവേപ്പില ഇട്ട് കുറച്ച് ഇങ്ങനെ കരിവേപ്പില വാടി വരുമ്പോൾ, കരിവേപ്പില നന്നായിട്ട് മൊരിയരുത്, വാടി വരുമ്പോൾ മല്ലി തട്ടണം. മല്ലി തട്ടിയിട്ട് മല്ലി നല്ല ചൂടടിക്കുമ്പോൾ ഇത് പൊരിഞ്ഞ് വരും. പക്ഷേ കരിവേപ്പില കരിയാൻ പാടില്ല, ആ പച്ച കളറിലിരിക്കുകയും വേണം, നന്നായിട്ട് മൊരിഞ്ഞ് വരണം. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് പൊരിഞ്ഞ് ഇങ്ങനെ പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിയുമല്ലോ, അങ്ങനെ പൊടിഞ്ഞ് വരാൻ വേണം, അപ്പോഴാണ് ഇറക്കേണ്ടത്. പിന്നെ മല്ലി കുറച്ച് തവണ കരിവേപ്പില കരിയരുത്. ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യാറുള്ളത്. പണ്ടൊക്കെ നമ്മൾ വറുത്ത് അമ്മിയിൽ അരയ്ക്കാൻ വേണ്ടി മല്ലിയും കരിവേപ്പിലയും കൂടെ വറുത്ത് ഒരുമിച്ച് വറുത്ത് ടിന്നിലിട്ടിക്കും എൻ്റെ അമ്മയൊക്കെ. അത് കണ്ടുകൊണ്ട് ഞാൻ പിന്നെ അവരിങ്ങനെ പൊടിക്കൂല, മില്ലിൽ കൊണ്ടൊന്നും അപ്പോഴൊന്നും പൊടിക്കൂല, ഇങ്ങനെ വറുത്ത് അമ്മിയിൽ അരയ്ക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പൊടിച്ച് കുറേ കാലം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പാചകം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കണേ കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിക്കുമ്പോൾ തന്നെ അതിന് നല്ലൊരു ടേസ്റ്റ് കറിക്ക്. പിന്നെ ആ മല്ലിക്ക് എന്താണെന്ന് എപ്പോഴും നല്ല മണമായിരിക്കും അത് പൊടിച്ച് വയ്ക്കുമ്പോൾ. കളർ നല്ല വേറൊരു കളറായിരിക്കും, നല്ല പച്ച കളർ, ചെറിയൊരു പച്ച കളർ നല്ല കാണാനായിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ വറുത്ത് പൊടിച്ച് തരണമായിരിക്കും. അതിൽ അങ്ങനെ എനിക്ക് മടിയൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. ചിലർക്ക് ദൂരെ ഇരിക്കുന്നവർക്കൊന്നും ഇത് കരിവേപ്പില ഒന്നും കിട്ടാത്തവർക്ക്, പൊടിക്കാത്തവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വറുത്ത് പൊടിച്ച് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇപ്പോൾ ലൈവിൽ വന്നതിന് ശേഷം നമുക്കിത് കൂടിയിട്ടുണ്ട്. പിന്നെ കുറേ പേര് ഗൾഫിൽ നിന്നൊക്കെ മെസ്സേജ് അയക്കും, ലൈവിൽ വരെയും മെസ്സേജ് അയക്കും. നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് തെറ്റുന്നേട്ടാ, ക്ഷമിക്കണം, സംസാരിക്കുമ്പോൾ തെറ്റി പോകുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ചേട്ടൻ പണിക്ക് പോയി, ചേട്ടൻ ഉള്ളപ്പോൾ തന്നെ എന്തെങ്കിലും കോമഡിയൊക്കെ കാണും. പിന്നെ എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നമ്മളെ വീഡിയോ കാണണം. പിന്നെ ഇത്രയൊക്കെ തന്നെ. ബൈ.